പരിശുദ്ധമായ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ നമ്മൾ അനുഷ്ഠിച്ച നമ്മുടെ നോമ്പുകൾ, നമ്മുടെ നിസ്കാരങ്ങൾ, തറാവീഹുകൾ, സദഖാത്തുകൾ, ഹദിയാത്തുകൾ, സക്കാത്തുകൾ, അദ്കാറുകൾ, സ്വലാത്തുകൾ, ഖിറാഅത്തുകൾ, ഖത്മുകൾ, ഇഅ്തികാഫുകൾ, വഅളിന്റെയും നസീഹത്തിന്റെയും ഒരുമിച്ച് കൂടലുകൾ, പടച്ചവന്റെ പൊരുത്തത്തിൽ ഇതുവരെ വിശുദ്ധ മാസത്തിൽ നമ്മൾ നിർവഹിച്ച മുഴുവൻ അമലുകൾ റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ തേടിയ നമ്മുടെ തേട്ടങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദുആകൾ, നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിന് സബബായി നമ്മിൽ നിന്ന് പടച്ച റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. അവശേഷിക്കുന്ന റമദാനിന്റെ ദിനരാത്രങ്ങളും റബ്ബിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു ആയുരാരോഗ്യവും ആഫിയത്തും തൗഫീഖുകളും അല്ലാഹു നമുക്ക് പ്രദാനിക്കട്ടെ. രോഗങ്ങൾ, ബലാഹുകൾ, മുസീബത്തുകൾ, ഷർറുകൾ, കുടുംബ, കച്ചവട, തൊഴിൽ മേഖലകളിലെ മുഴുവൻ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാത്തിനും ശിഫ തന്ന്, സലാമത്ത് തന്ന്, സമാധാനം തന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, പ്രത്യേകം ഇന്നലെ നമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ അതിനു മുമ്പ് മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാവ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവരുടെയും ഖബറുകൾ വെളിച്ചത്തിലാക്കട്ടെ. വിശുദ്ധ റമദാനിന്റെ നൂറ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നാളെ പരിശുദ്ധ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാൻ ഏകദേശം അതിൻ്റെ അവസാന സമയത്ത്, ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ്, ജുമുഅയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 2-3 ദിവസങ്ങൾ കൂടി മാത്രമാണ് അതിഥിയായി സമ്മാനങ്ങളുമായി നമ്മിലേക്ക് കടന്നു വന്ന റമദാൻ ഇനി നമ്മോടൊപ്പം ബാക്കിയാവുകയുള്ളൂ. ഇന്നത്തെ ജുമുഅയിൽ പരിശുദ്ധമായ റമദാനിന് നമ്മൾ സലാം പറഞ്ഞ് വിട പറച്ചിലിന്റെ വിളംബരം നമ്മൾ അറിയിക്കുകയാണ്. സലാം പറഞ്ഞ് ഇന്നത്തെ ജുമുഅയിൽ ഖുതുബയിൽ ഈ വർഷത്തെ റമദാനിനെ നമ്മൾ യാത്രയാക്കുകയാണ്. ഈ അവസാന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം റമദാനുകൾ ഇതുപോലെ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അവസാന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ നിർണായകമാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തീം എന്നാണ്. ഏത് അമലുകളും അതിൻ്റെ അവസാനം എങ്ങനെയാണോ
അതിന്റെ അന്ത്യം എങ്ങനെയാണോ അതനുസരിച്ചാണ് അത് സ്വീകരിക്കപ്പെടുന്നത്, അത് പരിഗണിക്കപ്പെടുന്നത് എന്നാണ്. പാപിയായി തെറ്റുകാരനായി ജീവിച്ച ഒരു മനുഷ്യൻ അവസാന സമയം അവൻ തൗബ ചെയ്ത് നന്നായി മടങ്ങി വരാൻ അവൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ആഖിബത്ത് സലാമത്തായി കലിമ ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യത്തിലേക്കാണ് അവൻ മടങ്ങുന്നത്. ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും തെറ്റുകാരനായിട്ട് ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവസാന സമയം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് നന്മയിലേക്ക് ആ മനുഷ്യൻ മടങ്ങാൻ. അവസാനം ഈമാൻ സലാമത്തായി ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യത്തിലേക്കാണ് ആ മനുഷ്യൻ മടങ്ങുന്നത്. എത്ര ഇബാദത്ത് ചെയ്ത് നല്ലവരായി ഈ ലോകത്ത് ജീവിച്ചാലും അവസാന സമയം പാപികളായി തെറ്റുകാരായി ചിലപ്പോൾ ഈമാൻ തന്നെ വലിച്ചെറിയുന്ന സാഹചര്യത്തിലേക്ക് ചില ആളുകളും എത്തിച്ചേരാറുണ്ട്. അവരെ പോലെ നല്ലവരില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞേക്കും. അത്ര നല്ല മനുഷ്യനായിരുന്നു, ഹജ്ജ് പോലും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചിലപ്പോ പറയും അവരെ പറ്റി. പക്ഷേ അവസാന സമയം ഈമാൻ പോലും തെറ്റിപ്പോകുന്ന സാഹചര്യം, അതൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് ഏത് കാര്യത്തിലും അതിന്റെ അവസാനം എങ്ങനെ അത് വച്ചുകൊണ്ടാണ് ആ അമൽ, പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധമായ റമദാൻ അവസാനത്തിലേക്ക് എത്തിയ സമയത്ത്, ഈ അവസാന സമയത്ത് ആ റമദാനിനോടുള്ള, നോമ്പിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്, അത് വച്ചുകൊണ്ടാണ് അതിന്റെ സ്വീകാര്യത എന്ന് നമ്മൾ തിരിച്ചറിയണം. 27-ാം രാവ് കഴിഞ്ഞു, നോമ്പ് തീർന്നു എന്നൊരു മൈൻഡാണോ നമുക്ക്? 27-ാം രാവേ കഴിഞ്ഞിട്ടുള്ളൂ, ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാറായിട്ടില്ലല്ലോ. 27-ാം രാവേ കഴിഞ്ഞു, ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖദ്റിന്റെ വിഷയത്തിൽ ഇന്നഹാ ലൈലത്തുസ് സാബിഅത്തിൻ ഔ താസിഅത്തിൻ വഇശ്രീൻ, ഒരു ഹദീസിൽ അങ്ങനെയാണ്, 27 അല്ലെങ്കിൽ 29 രാവിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളണം എന്നാണ്. ഇന്ന് 28-ാം രാവാണ്. റമദാനിലെ അവസാനത്തെ 10-ലെ ഏത് രാവും ലൈലത്തുൽ ഖദ്റിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാവ് എന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ രാവും നമ്മൾ പ്രതീക്ഷിക്കണം. ഒറ്റയൊറ്റ രാവുകളിൽ ഇനി അവശേഷിക്കുന്നത് 29-ാം രാവാണ്. പ്രത്യേകം 27-ാം രാവിനോടൊപ്പം അള്ളാന്റെ റസൂൽ 29-ാം രാവിനെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 27-ാം രാവേ കഴിഞ്ഞിട്ടുള്ളൂ, ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല റമദാനിലെ അവസാനത്തെ രാവ് അത് ചിലപ്പോൾ 29-ാം രാവാകാം, ഒരു നോമ്പ് കൂടി കിട്ടിയാൽ അത് 30-ന്റെ രാവുമാകാം. നോമ്പുകാർക്ക് അല്ലാഹു നോമ്പിന്റെ പരിപൂർണമായ പ്രതിഫലം നൽകുന്നത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ രാവിലാണെന്നാണ്. 29-ാം രാവാകാം, ചിലപ്പോൾ 30-ന്റെ രാവാകാം. നോമ്പുകാർക്ക് നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിപൂർണമായി വിതരണം ചെയ്യുന്നത് അത് റമദാനിന്റെ അവസാനത്തെ രാവിലാണ്. 27-ാം രാവിൽ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലല്ല നബിയെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അല്ല,
റമദാനിന്റെ അവസാനത്തെ രാവിലാണ്. നോമ്പുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ യഥാർത്ഥ പ്രതിഫലം നൽകുന്നത്. ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അഅതഖല്ലാഹു ഫീഹാ മിസ്ല ജമീഇ മാ അഅതഖ ഫിശ്ശഹരി കുല്ലി. റമദാൻ മാസത്തിന്റെ തുടക്കം മുതൽ 29 വരെ ഉള്ള രാപ്പകലുകളിൽ എത്ര ആളുകളെയാണോ അല്ലാഹു നരകത്തിൽ നിന്ന് ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ചത്, അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത്രയും ആളുകളെ റമദാനിന്റെ അവസാനത്തെ രാവിൽ, ആ ഒരൊറ്റ രാവിൽ നരകത്തിൽ നിന്ന് അല്ലാഹു ഇത്ഖും ചെയ്ത് മോചിപ്പിക്കുന്നതാണ്. അതുവരെ റമദാന്റെ തുടക്കം മുതൽ 29 വരെ അല്ലെങ്കിൽ 28 വരെ ഉള്ള രാവുകളിൽ എത്ര ആളുകളെയാണോ അല്ലാഹു നരകത്തിൽ നിന്ന് ഇത്ഖ് ചൊല്ലിയത്, അത്രയും ആളുകളെ ഒരൊറ്റ രാവിൽ, അവസാനത്തെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന രാപ്പകലുകൾ അത് റമദാനിന്റെ അവസാനത്തെ രാപ്പകലുകളാണ്. ആ അവസാനത്തെ രാപ്പകലുകളിലെ വിശുദ്ധ റമദാനിനോടുള്ള നമ്മുടെ സമീപനവും നമ്മുടെ ഖൽബിന്റെ, നമ്മുടെ മനസ്സിന്റെ ചിന്തകളും എങ്ങനെ, അതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റമദാൻ അത് നമുക്ക് അനുകൂലമായോ എന്നുള്ള വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നത് എന്നാണ്. അതുകൊണ്ട് നഷ്ടം സംഭവിക്കാതെ ഇനിയുള്ള സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റമദാനെ നമ്മൾ യാത്രയാക്കുമ്പോൾ ഒരു ചെറിയ സങ്കടത്തോടു കൂടെ എങ്കിലും റമദാനെ നമ്മൾ ഈ യാത്ര പറഞ്ഞ് യാത്രയാക്കുക എന്നുള്ളതാണ്. മനസ്സിന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകണം. അതിഥിയായിട്ട് നമ്മിലേക്ക് കടന്നു വന്ന് നമ്മോട് വിട പറയാൻ പോകുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അത് വിശുദ്ധ റമദാനാണ്, ലൈലത്തുൽ ഖദറാണ്, ഈ റമദാനിന്റെ പുണ്യങ്ങളാണ്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. വലിയ വലിയ സമ്മാനങ്ങളുമായി നമ്മിലേക്ക് കടന്നു വന്നിട്ട് വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് യാത്ര പറയുമ്പോ, ഇന്നത്തെ ജുമഅയിൽ ഖുതുബയിൽ റമദാനിന് പ്രതീകാത്മകമായി നമ്മൾ സലാം പറയുമ്പോ 29ന്റെ നോമ്പ് തുറയോട് നമ്മൾ അടുക്കുമ്പോ, ഒരു നോമ്പ് കൂടി കിട്ടി 30 നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ 30ാമത്തെ നോമ്പിന്റെ ഇഫ്താറിനോടടുത്ത് റമദാൻ വിട പറയാൻ അടുക്കുന്ന സമയത്ത് നമ്മുടെ ഖൽബ് തേങ്ങണം. നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിക്കണം. അത് ഈമാനിന്റെ അടയാളാണ്. പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ സന്തോഷിക്കുന്ന, വിട പറയുമ്പോ സങ്കടപ്പെടുന്ന മനസ്സ് അത് ഈമാനുള്ള മനസ്സാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. ആകാശങ്ങളും ഭൂമിയും കരയുന്നുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആകാശഭൂമികൾ വല്ലാത്ത കരച്ചിലാണ്. സഹാബത്ത് ചോദിച്ചു, ബിമയാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ആകാശങ്ങളും ഭൂമിയൊക്കെ കരയുന്നത്, എന്തിനാണ്? റസൂൽ മറുപടി കൊടുത്തത്, ബിദ്ദഹാബി ശഹ്രി റമദാൻ, റമദാനിന്റെ വിട പറച്ചിൽ അവർക്ക് പോലും സഹിക്കാൻ പറ്റണില്ല. വിശുദ്ധ റമദാനിന്റെ വിട പറച്ചിൽ ആകാശഭൂമികൾക്ക് പോലും സഹിക്കാൻ പറ്റണില്ല. ആകെ സഹിക്കാൻ പറ്റുന്നത് മനുഷ്യരായ നമുക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മിൽ ചിലർക്കും പലർക്കും മാത്രമാണ്. എത്ര റമദാൻ വന്നാലും അതൊക്കെ കടന്നു പോയാലും ഒരു വിഷമമില്ല, ഒരു സങ്കടമില്ല.
ഇന്ന് നമ്മളിപ്പോ റമദാനിന്റെ അവസാനത്തെ ജുമയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഇത് ചിലപ്പോ എന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനും ആ റമദാനിലെ ഒരു ജുമയുമായേക്കും. അങ്ങനെ ഒരു മൈൻഡോടുകൂടെ നമ്മൾ ഈ ജുമയിൽ പങ്കെടുക്കണമെന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ആയുസ്സിൽ അവസാനത്തെ റമദാനായിരിക്കും ഇത്. അടുത്ത വർഷം റമദാൻ ഉണ്ടാകും, ഞാൻ ഉണ്ടാകുമോ നിങ്ങൾ ഉണ്ടാകുമോ എന്നെന്താണ് ഉറപ്പ്? റമദാൻ വരും, ലൈലത്തുൽ ഖദ്ർ വരും, എല്ലാം വരും അടുത്ത വർഷം. പക്ഷെ ഞാനും നിങ്ങളും അടുത്ത വർഷം റമദാനിനെ സ്വീകരിക്കാനുണ്ടാകും എന്നെന്താണ് ഉറപ്പ്? പറയുന്ന എനിക്ക് ആയുസ് കിട്ടുമോ? കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനിക്കട്ടെ. അവസാനത്തേതാകും ചിലപ്പോൾ, അങ്ങനെ ഒരു ബോധ്യത്തോടെ. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല ഒരു ജനാസയുടെ അടുക്കൽ നിന്നൊരു മനുഷ്യൻ, മൻ ഹാദാ, ഇത് ആരുടെ ജനാസയാണ് എന്നിങ്ങനെ ചോദിക്കുന്നത് കേൾക്കാൻ. ഇതാരുടെ ജനാസയാണ്? ഒരു ജനാസയുടെ മയ്യത്തിന്റെ അടുക്കൽ നിന്നിട്ടാണ് ചോദ്യം. ഇതാരുടെ ജനാസയാണ്? അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഹാദാ അൻത, ഇത് നിന്റെ ജനാസയാണ്. ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, ഇത് ആരുടെ ജനാസയാണ്? അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അടുത്ത് ചെന്നിട്ട് ആ മനുഷ്യനോട് പറയാൻ, ഹാദാ അൻത, ഇത് നീയാണ്. ഈ മയ്യത്ത് കട്ടിലിൽ, മയ്യത്ത് തുണിയിൽ, 3 തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ജനാസ, അത് നീയാണ്, നിന്റെ ജനാസയാണ്, നിന്റെ മയ്യത്താണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കണോ? അങ്ങനെ ചിന്തിക്കണം. ഈ മരിച്ചു കിടക്കുന്നത് ഞാനാണ്, അതല്ലെങ്കിൽ അടുത്തത് മരിക്കാനുള്ളത് ഞാനാണ്. ഈ ലോകത്ത് നിന്ന് അടുത്ത നിമിഷം വിട പറയാനുള്ളത് ഞാനാണ്. അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കണമെന്നാണ്. ആ നിലക്ക് വിശുദ്ധമായ റമദാൻ വിട പറയുമ്പോ ഇതെന്റെ ആയുസ്സിലെ അവസാനത്തെ റമദാൻ, അടുത്ത ഒരു റമദാൻ ഉണ്ടാകും. പക്ഷേ സ്വീകരിക്കാൻ, നോമ്പ് പിടിക്കാൻ, തറാവീഹ് നിസ്കരിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാകുമോ? ഉണ്ടായേക്കില്ല. അങ്ങനെ ഒരു ചിന്തയോടെ, തിരിച്ചറിവോടെ വേണം നമ്മൾ റമദാനിനെ യാത്രയാക്കാൻ എന്നാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത അമലുകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മൾ അറിവും വിവരമൊക്കെ കുറഞ്ഞവരാണ്. ഉള്ള അറിവ് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഉള്ള അറിവ് വെച്ച്. പക്ഷേ എല്ലാം സമ്പൂർണമായി ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞു, എല്ലാം സമ്പൂർണമായി എന്നാരും വിചാരിച്ചേക്കരുത്. അങ്ങനെ വിചാരിച്ചേക്കരുത്. ഞാൻ ചെയ്ത അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ എന്നുള്ള ആശങ്കയിലും സ്വീകരിക്കാനുള്ള ദുആയിലുമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അതിനുശേഷം കഴിഞ്ഞുകൂടേണ്ടത് എന്നാണ്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്താൽ എല്ലാം ഫിറ്റായി എന്നല്ല, ഞാൻ വലിയ ഹാജിയാരായി എന്നല്ല ഒരു മനുഷ്യൻ വിചാരിക്കേണ്ടത്. പിന്നെ ജീവിതാവസാനം വരെ, റൂഹ് വിട പറയുന്നത് വരെ, റബ്ബേ എന്റെ ഹജ്ജ് നീ സ്വീകരിക്കണം അല്ലാ എന്നുള്ള ദുആ നിർബന്ധമാണ്. എന്തുറപ്പാണുള്ളത്? ഹജ്ജ് സ്വീകരിക്കും, അല്ലാഹ് ചെയ്തു നമ്മൾ, ശരിയാണ്. അതുപോലെ തന്നെയാണ് റമദാൻ. വാക്കുകൾ ചുരുക്കാൻ, നമ്മുടെ മുൻഗാമികൾ കാനൂ യദ്ഊൻ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. കാനൂ യദ്ഊൻ അല്ലാഹ സിത്തത അയ്യാം, 6 മാസക്കാലം, അയ്യുബല്ലിഗഹും ശഹ്റു റമദാൻ, വിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യും. 6 മാസം. നമ്മൾ 2 മാസം ദുആ ചെയ്യും. അവരങ്ങനെയല്ല. റമദാൻ വരുന്നതിന് 6 മാസം മുമ്പ് വരെ മുതൽ അവരുടെ പ്രാർത്ഥന, വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണേ അല്ലാ. സുമ്മ യദ്ഊൻ,
പിന്നെ അവര് ദുആ ചെയ്യും 6 അശ്ഹുർ 6 മാസം റമദാൻ കഴിഞ്ഞാൽ 6 മാസത്തെ അവരുടെ പ്രാർത്ഥന അയ്യതഖബ്ബലഹു മിൻഹും ആ റമദാൻ ചെയ്ത ഇബാദത്തുകൾ റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥ. ആ പ്രാർത്ഥനയാണ് പിന്നെ അടുത്ത 6 മാസം. നമ്മൾ റമദാൻ കഴിഞ്ഞാൽ പടച്ചവനെ റമദാനിൽ ഞാൻ അനുഷ്ഠിച്ച നോമ്പ് നീ സ്വീകരിക്ക് റബ്ബേ എന്ന് ദുആ ചെയ്യുന്നവർ നമ്മിൽ എത്ര കൂട്ടത്തിലുണ്ട്? എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അവസാന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സങ്കടത്തോടെ അടുത്ത വർഷം നോമ്പും റമദാനും ലൈലത്തുൽ ഖദറും ഒക്കെ ഉണ്ടാകും. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരുണ്ടാകും നോമ്പ് പിടിക്കാനും 27-ാം രാവിനെ ഒരുമിച്ച് കൂടാനും ഒക്കെ. പക്ഷേ ഞാൻ ചിലപ്പോൾ ഉണ്ടായേക്കില്ല. ഞാൻ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ റമദാനിൽ മസ്ജിദിൽ ഒരുമിച്ച് കൂടുമ്പോ അവരിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന പ്രതീക്ഷിച്ച് ഞാൻ ചിലപ്പോ ഖബറിലായേക്കും. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായേക്കും ഇത് എന്ന ബോധ്യത്തോടെ ഈ അവസാന സമയങ്ങളെ ഉൾക്കൊള്ളാനും ഗൗരവത്തോടെ കാണാനും ഇബാദത്ത് കൊണ്ട് പിന്നോട്ട് പോകാതെ പരിശ്രമിക്കാനും നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.